ഹലോ, ക്യൂട്ട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചോറും മീൻകറിക്കും പകരം മീൻ കൊണ്ട് നമുക്ക് സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കാം. ഇതിന് ഫിഷ് ബിരിയാണി എന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ പിന്നെ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ചൂര മീനാണ് വറുത്ത് വെച്ചിട്ടുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പും ചേർത്ത് ആണ് വറുത്ത് വെച്ചത്. ഇനി ആ വറുത്ത് വെച്ച മീൻ മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ച മണം മാറി നല്ല മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം നന്നായിട്ടെല്ലാം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പരുവാകുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഈ മീനിലോട്ട് ഈ അരപ്പെല്ലാം പിടിക്കുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലൂടെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഈ ചോറിൽ നേരത്തെ നെയ്യ് ചേർത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുകളിലൂടെ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് ഇതുപോലെ മല്ലിയിലേക്ക് ഇട്ട് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല, ചിലപ്പോൾ അടി പിടിക്കും. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം ആവി കയറാൻ. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഒരു കയ്യിൽ ക്യാമറ വെച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി പാടാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം, ചോറിലെല്ലാം അതിൻ്റെ അരപ്പ് പിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി റൈസ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ.
നന്നായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.